ഇപ്പോൾ ഏകദേശം രാവിലെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പോകുന്നത് പ്രയാഗ്രാജിലേക്കാണ്. അവിടെയാണ് കുംഭമേള നടക്കുന്നത്. യാത്രയിലെ പ്രധാന ഉദ്ദേശം തന്നെ കുംഭമേളയ്ക്ക് പോകണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല, നമ്മൾ യൂട്യൂബിലൂടെയും ന്യൂസിലൂടെയും കണ്ട കാര്യങ്ങൾ എന്തെന്നൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം എന്നൊക്കെയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. ഒരു ഹുഡി ഉണ്ട് എൻ്റെ അടുത്ത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതെൻ്റെ യൂണിഫോം പോലെയാണ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇവിടുന്ന് വാരണാസി മുതൽ പ്രയാഗ്രാജ് വരെ UPSRTCയുടെ ഗവൺമെൻറ് ബസ് എനിക്ക് കിട്ടി. എപ്പോഴും ബസ്സുകൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ വാരണാസി കാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വേണം പോകാനായിട്ട്. അതല്ലാതെ മറ്റൊരു മാർഗം എന്നത് ട്രെയിനാണ്. അതും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ട്രെയിൻ ആകുമ്പോൾ കുറച്ച് കാശേ കൊടുക്കേണ്ടി വരുള്ളൂ, പക്ഷേ ജനത്തിരക്ക് ഭയങ്കരമായിരിക്കും. നമ്മുടെ ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത്. കുറച്ചു നേരം ഞാൻ നല്ലപോലെ ഒന്ന് മയങ്ങി. കാരണം പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ഷൂട്ട് ചെയ്തതുമില്ല. എൻ്റെ മുന്നിൽ കാണുന്ന ഈ ചേട്ടൻ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ എടുത്ത് അതിൻ്റെ നീര് മറ്റുള്ളവരുടെ കണ്ണിൽ തേക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു നൊസ്റ്റാൾജിയ. ഞാൻ ജൂസി സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടുന്ന് ത്രിവേണി സംഘം വരെ ഒരു 10 മുതൽ 12 കിലോമീറ്റർ വരെ കാണും. ബൈക്ക് ടാക്സി ഒക്കെ ഉണ്ട് അവിടം വരെ പോകുവാനായിട്ട്. പക്ഷെ എന്നാലും ഈ ഒരു ദൂരം നടക്കാമെന്ന് കരുതി. 10 കിലോമീറ്റർ നടന്നാൽ മതിയല്ലോ. പിന്നീട് തിരിച്ചിങ്ങോട്ട് ഒരു ബൈക്ക് ടാക്സി എടുക്കാമെന്നാണ് കരുതിയത്. ഇന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. ആഹാരമൊക്കെ പതിവ് പോലെ എല്ലാം കണക്കാം. അതിൻ്റെ പേരിൽ ഒരു ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടെയാണെങ്കിൽ നല്ല ചൂടും പൊടിയും ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥയും നമുക്കിണങ്ങുന്ന ഒരു കാലാവസ്ഥയൊന്നും അല്ല ഇവിടെ. സഹനമാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്നത്. വലിയവനുമില്ല ചെറിയവനുമില്ല. ഒത്തിരി പേർ തിരക്ക് കാരണം ഇവിടെ തന്നെയാണ് തമ്പടിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിൽ എല്ലാം ചെയ്ത് തിരിച്ചു പോകാമല്ലോ. എൻ്റെ കൂടെ ട്രെയിനിൽ ഉണ്ടായിരുന്നവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവരെല്ലാവരും സ്നാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ റെഡിയാകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇവിടെ നമുക്ക് ഫ്രീ ഫുഡ് കിട്ടും എന്നാണ് അറിയുന്നത്. അതിനായിട്ടാണ് ഇവിടെ ആളുകൾ കാത്തു നിൽക്കുന്നത്. ഒരുപാട് ദൂരം നടക്കാനുള്ളത് കൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് അങ്ങ് നടന്നു. പത്ത് കിലോമീറ്റർ മാത്രമേ നടക്കേണ്ടി വരുള്ളൂ എന്നായിരുന്നു എൻ്റെ വിചാരം. ഇപ്പോൾ ഏകദേശം 30 കിലോമീറ്റർ ഞാൻ നടന്നു കഴിഞ്ഞു. എങ്ങനെയെന്ന് മാത്രം എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ 10 കിലോമീറ്റർ നടന്നു നേരെ ത്രിവേണി സംഗമത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു പാലത്തിലെത്തിയപ്പോഴാണ് തിരക്ക് കാരണം ആ ഒരു പാലം അടച്ചു എന്ന് അറിയുന്നത്. നെഞ്ചിലൊരു തീ വീണ പോലെയായിരുന്നു ആ ഒരു സമയം എനിക്ക്. വീണ്ടും ഇതുപോലെ ഓരോ പാലങ്ങൾ നോക്കി നടന്നു. എല്ലാ പാലങ്ങളും അടച്ചിട്ടുണ്ടായിരുന്നു. തിരക്ക് തന്നെയാണ് കേട്ടോ കാരണം. അവസാനം മൊത്തത്തിലൊന്ന് ചുറ്റി ഏകദേശം 30 കിലോമീറ്റർ നടന്നു. അപ്പോഴേക്കും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ, ടാർഗറ്റ് അച്ചീവ്ഡ്. ഫിറ്റ്നസ് ആപ്പിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കിലോമീറ്റർ നടക്കുന്നത്. അങ്ങനെ അതും ഒരു എക്സ്പീരിയൻസ് ആയി.
ഇനി ഈ പാലം കഴിഞ്ഞ് കുറച്ചധികം ദൂരം നടന്നാലേ ത്രിവേണി സംഘം എത്തുകയുള്ളൂ. അത്രത്തോളം ആഗ്രഹിച്ചു വന്നൊരു യാത്രയായതുകൊണ്ട് ഇനി അവിടെ ചെന്നിട്ടേ പോകുന്നുള്ളൂ എന്നൊരു വാശിയായി. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ കച്ചബ്ദാർ എത്തിയിട്ടുണ്ട്. കച്ചബ്ദാർ കഴിഞ്ഞ് നന്ദിദ്വാർ കഴിഞ്ഞാണ് നമ്മൾ ത്രിവേണി സംഘം പോകുന്നത്. ഈ കവാടങ്ങളെ സ്പിരിച്വൽ പരമായിട്ടാണ് കണക്കാക്കുന്നത്. കച്ചബ്ദാർ എന്നത് ദൈവീകതയിലേക്കുള്ള കവാടമായിട്ടാണ് കാണപ്പെടുന്നത്. കച്ചബ് എന്നത് ആമയാണ്, മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരം. പാലാഴി മദന സമയത്ത് അമൃതം കിട്ടാൻ വേണ്ടി ദേവന്മാരെയും അസുരന്മാരെയും സഹായിച്ച ഒരു അവതാരമാണ് കൂർമ. അതുപോലെ നന്ദി എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും വാഹനവുമാണ്. കാണുന്നതാണ് നന്ദി കവാടം. ഈ കവാടത്തിലൂടെ പോകുന്നത് ശക്തി, ഭക്തി, ധാർമ്മികത എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. ഇനി കുറച്ചു ദൂരമേ ഉള്ളൂ ത്രിവേണി സംഗമത്തിലേക്ക്. സ്പിരിച്വാലിറ്റി എന്നൊരു കാര്യം മാറ്റി നിർത്തിയാൽ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ സയൻസിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ഇപ്പം നമ്മുടെ ഗംഗയിൽ സ്നാനം ചെയ്യില്ല. കാരണം ഇവിടുത്തെ ജലം വളരെയധികം മലിനമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. എന്നാൽ എല്ലാവരും ചെയ്യുന്നത് കൊണ്ടും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമായതുകൊണ്ടും ഞാനും ചെയ്തു എന്നതാണ് സത്യം. ഗംഗ വൃത്തിയാക്കുവാൻ എന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവാണ് ദ ഗംഗ ആക്ഷൻ പ്ലാൻ. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഇത് എൻ്റെ അടുത്ത ദിവസമാണ്. ഞാനിപ്പോൾ തിരികെ പോകുവാണ്. ഇപ്പോൾ പോകുന്നത് വാരണാസിയിലെ ബസ് സ്റ്റാൻഡിലേക്ക്. അധികം ലഗേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബൈക്ക് ടാക്സിയിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഊബർ ആപ്പ് വഴി ഞാനൊരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. നാട്ടിലെ പോലെയല്ല ഇവിടെ ബൈക്ക് ടാക്സി. ബുക്ക് ചെയ്യുന്നതൊക്കെ ഒരേപോലെ ആണെങ്കിലും എമൗണ്ടിൻ്റെ കാര്യം വരുമ്പോൾ ആപ്പിൽ കാണിക്കുന്നതിൻ്റെ നേരെ ഇരട്ടിയാണ് ഇവർ വാങ്ങുന്നത്. പക്ഷേ ഈ കാണുന്ന തിരക്കിലൂടെയും പൊടിയിലൂടെയും ഒക്കെ പോയി എന്നെ അവിടെ കൊണ്ടാക്കിയപ്പോൾ കൊടുത്ത കാശ് മുതലായ പോലെയാണ് എനിക്ക് തോന്നിയത്.
ഇനിയും വരാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ.